കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പ്രിയപ്പെട്ട വി.ആർ. സുധീഷ് സാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഒരു എഴുത്തുകാരന് എഴുതാനുള്ള ഏറ്റവും വലിയൊരു ഭൂമിക അമ്മയാണ്. പക്ഷേ നമ്മുടെ വളരെ ചുരുക്കം എഴുത്തുകാരെ അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. എൻ്റെ ഒരു വലിയ ആഗ്രഹം അമ്മയെക്കുറിച്ച് എഴുതണം എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും സാധിക്കാറില്ല. നാളെയാവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളത് നീക്കി വെക്കും. ഇപ്പം നേരത്തെ സോഹൻ റോയ് പറഞ്ഞതുപോലെ ഈ ടാപ്പ് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് കിട്ടുമായിരിക്കും. പക്ഷേ എനിക്കൊന്നും ഇപ്പം അത് സാധ്യമല്ല. കാരണം അമ്മയുടെ ഓർമ്മയൊക്കെ പോയി, ഓർമ്മഭ്രംശം വന്നു പോയി. അതുപോലെ അമ്മ ഉണ്ടാക്കിയ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, വളരെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, എല്ലാവരും അത് കഴിക്കാൻ വേണ്ടി വീട്ടിൽ വരുന്നു. പക്ഷെ അതിൻ്റെ റെസിപ്പി പോലും എഴുതി വെക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഇപ്പോഴും ഇത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം. എത്രയേറെ അപൂർവമായ, അപരിചിതമായ, അസാധാരണമായ എത്രയേറെ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊക്കെ ഒരു കാലത്തിൻ്റെ ഭക്ഷണമാണ്. ഇന്നിനി അത് കിട്ടിയെന്ന് വരില്ല. ഇന്നത്തെ കുട്ടികൾക്കോ തലമുറക്കോ അതൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും എഴുതാൻ പറ്റിയില്ല. അമ്മയെക്കുറിച്ചുള്ള ആ ഒരു വാചകം, അമ്മ ഒരു ഫെമിനിസ്റ്റായിരുന്നു. എൻ്റെ അടുത്ത വാചകം പറയുന്നത്, അമ്മ തനിക്ക് കിട്ടിയ ശമ്പളം മുഴുവൻ അച്ഛൻ്റെ കൈ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ഫെമിനിസ്റ്റ് അങ്ങനെയാണ്. അത്രമാത്രം കരുതലുള്ള, അത്രക്ക് സഹാനുഭൂതിയുള്ള, സ്നേഹമുള്ള, കാഴ്ചപ്പാടുള്ള, ലോകവീക്ഷണമുള്ള സ്ത്രീകൾ. അത് അന്നത്തെ കാലത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. ഇന്ന് അങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു അമ്മയാണ് സോഹൻ റോയ് ഈ കസ്തൂരി ശലഭത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഏതായാലും ഈ പുസ്തകത്തിൻ്റെ വായന ഹൃദ്യം. ഈ പുസ്തകത്തിലൂടെ ആ അമ്മ ഓർമ്മിക്കപ്പെടുന്നു. ഈ പുസ്തകത്തിലൂടെ സോഹൻ റോയും ഓർമ്മിക്കപ്പെടുന്നു. ഈ പുസ്തകം നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഓർമ്മയായിട്ട് മാറുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും.